കേരളത്തിൽ ഏത് കുറ്റകൃത്യം കഴിഞ്ഞാലും അതിൽ പിടിക്കപ്പെടുന്ന പ്രതി മുസ്ലിം ആണെങ്കിൽ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആദ്യം ഓർമ്മ വരുന്നത് മദർസയും അനുബന്ധമായ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരു കൊട്ടേഷൻ സംഘത്തിലെ നേതാവിനെ അദ്ദേഹത്തിന്റെ പേര് കണ്ടപ്പോൾ ജലീലിന്റെ പ്രഭാഷണമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. എന്നാൽ ജലീലിന്റെ പ്രഭാഷണം അവിടെ നിൽക്കട്ടെ, ചില കാര്യങ്ങളൊക്കെ ശ്രീജിത്ത് പണിക്കരെ ഞാൻ ഓർപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇവരൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന എന്താണെന്ന് സരളസുന്ദരമായി മനസ്സിലാക്കാൻ ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്ക്. രാജൻ, ഈ ഖുറാനിൽ ലഹരിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതെന്താണെന്ന് പറയാമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. ഇതിന്റെ അർത്ഥം പറയാമോ? മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ദേഷ്യവും വിദ്വേഷവും ഉണ്ടാക്കി തീർക്കുവാനാണ് ഇബ്ലീസ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നാം എല്ലാവരും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. മദ്യത്തിൽ നിന്നും ചൂതാട്ടത്തിൽ നിന്നും, കാര്യം അത് രണ്ടും പകയും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇബ്ലീസിന്റെ വിളയാട്ടമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. ആ ചെറിയ കുഞ്ഞുമോനെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവനെ അധ്യാപകൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. മനസ്സിലായില്ലേ? കേവലം അറബി ഭാഷയിൽ ശുദ്ധമായ ഖുർആൻ ഇങ്ങനെ സരള സുന്ദരമായ പാരായണം മാത്രമല്ല, അതിന്റെ അർത്ഥം പോലും നിങ്ങൾക്ക് പങ്കുവെച്ചു തന്നില്ലേ? ഈ മാലോകരോടാണ് റിപ്പോർട്ട് ചാനൽ വഴി ആ ചെറിയ കുഞ്ഞുമകൻ കുഞ്ഞിള നാവ് കൊണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് സവിസ്തരം പ്രതിപാദിച്ചത്. ഇതൊക്കെയാണ് മദ്രസയെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി അതും പോരാ, ഇനി മറ്റൊരു മദ്രസയിൽ പഠിച്ച കുട്ടീനെ കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഷെരീഫ് ഉസ്താദ് IPL ചെന്നൈ സൂപ്പർ കിങ്സിനെ വിറപ്പിച്ച വിഘ്നേഷ് പുത്തൂർ ഉണ്ടല്ലോ, പെരുന്തൽമണ്ണക്കാരൻ, അദ്ദേഹത്തിന് പ്രചോദിതമായത് ഷെരീഫ് ഉസ്താദാണ്. അതും കൂടി ഒന്ന് കാണും. വിഘ്നേഷ് പുത്തൂരും വിഘ്നേഷിന്റെ കുടുംബവും എല്ലാം പറഞ്ഞത് വിഘ്നേഷിനെ കളി പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചത് ഷെരീഫ് എന്ന വ്യക്തിയാണെന്നാണ്. ആ ഷെരീഫിനെ തിരഞ്ഞാണ് നമ്മൾ കോട്ടയ്ക്കൽ കുഴിപ്പറയിലെത്തിയത്. അദ്ദേഹം ഷെരീഫ് മുസ്ലിയാരാണ്. എങ്ങനെയായിരുന്നു താങ്കൾ വിഘ്നേഷിനെ മുന്നോട്ട് കൊണ്ടുവന്നതും? ഒപ്പം ശ്രീജിത്ത് പണിക്കരെ, ഈ പ്രതികളെയൊക്കെ കിട്ടുമ്പോൾ മാത്രം മദ്രസയിലേക്ക് പോകാൻ പാടില്ല. നന്മയുടെ ഭാഗം വരുമ്പോഴൊന്ന് മദ്രസയിലേക്ക് ചേർക്കൂ. അങ്ങനെ ചേർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ മദ്രസയിൽ പഠിക്കാത്ത കുറെ ആളുകളെ ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ആഴ്ചയിൽ മദ്രസയിൽ പഠിക്കാത്ത കുറെ ആളുകളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. നമുക്കൊന്ന് വായിച്ചാലേ രസം ഉണ്ടാവുക? ഞാൻ വായിക്കാം. 2025 5ാമത്തെ ചാരൻ, സ്വന്തം രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്ത 5ാമത്തെ ചാരനെയാണ് പിടിക്കുന്നത്. ഒരു പോസ്റ്റ് ശ്രീജിത്ത് പണിക്കരന്റെ വാളിൽ ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി. കർണാടകയിൽ UP സ്വദേശിയായ എഞ്ചിനീയർ അറസ്റ്റിൽ. ഗാസിയാബാദ് സ്വദേശിയും BEL സീനിയർ എഞ്ചിനീയറുമായ ദീപരാജ് ചന്ദ്ര 36 പിടിയിലായത്. ഇദ്ദേഹം ഒരു മദ്രസയിലും പോയിട്ടില്ല. പാലക്കാട് MDMAയുമായി അമ്മയും മകനും ഉൾപ്പെടെ പിടിയിൽ. നോക്കാം, ഇവർ മദ്രസയിൽ പോകണമെന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. എറണാകുളം സ്വദേശിനി അശ്വതി, മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് സ്വദേശികളായ മൃദുൽ, അശ്വിൻലാൽ എന്നിവരാണ് പിടിയിലായത്. ഇതിനകത്ത് ഒരാൾ പോലും മദ്രസയുടെ പരിസരത്ത് കൂടി പോലും പോയിട്ടില്ല. ഇനി വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത വായിക്കുകയാണ്. MDMAയുമായി കൊല്ലത്ത് പിടികൂടിയ യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിലും ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയിൽ. ആ വാർത്ത വിശദമായി മുമ്പ് MDMA കേസിൽ പിടിയിലായിട്ടുള്ള കൊല്ലം സ്വദേശിയായ യുവതി വീണ്ടും MDMAയുമായി അറസ്റ്റിൽ. കൊല്ലം അഞ്ചാലമ്മൂട് സ്വദേശിനിയായ അനില രവീന്ദ്രനെയാണ് 34 പോലീസ് അറസ്റ്റ്. സാധനം കിട്ടിയ എവിടെ നിന്നാണെന്ന് ശ്രീജിത്ത് പണിക്കറിന് അറിയത്തില്ലേ? അവിടുന്ന് തന്നെ. കണ്ണൂരിൽ 49കാരനെ വെടിവെച്ചു കൊന്നു. കൊലപ്പെടുത്തും മുമ്പ് ഭീഷണി സന്ദേശവും തോക്കേന്തി ചിത്രവും. നമ്മുടെ സന്തോഷേട്ടനാ കൊന്നതേ. പക്ഷേ സന്തോഷേട്ടന്റെ ഈ തോക്കിന്റെ ഉറവിടം തേടി രാജ്യങ്ങൾ ഭേദിച്ച് അപ്പുറത്തേക്കാരും പോയിട്ടില്ല. എന്തിനേറെ NIA പോലും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. കാരണം സന്തോഷേട്ടന്റെ കയ്യിലാണല്ലോ തോക്ക്. അപ്പൊ പിന്നെ ഭീകരവാദവും മറ്റ് സംശയങ്ങളൊന്നും അതിന്റെ പിന്നിൽ ഇല്ലല്ലോ. സന്തോഷിന്റെയൊക്കെ ഒരേ സന്തോഷം. മുളക് പൊടി വിതറി മാല പൊട്ടിക്കാൻ ശ്രമം. മുളക് പൊടി വീണത് മോഷ്ടാവിന്റെ കണ്ണിൽ. ഇത് ചെയ്താനെന്നറിയോ? ചെയ്തത് ഒരു യുവതിയും യുവാവും കൂടെ സംഘം ചേർന്നാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മുളക് പൊടി വിതറി മാല പൊട്ടിക്കാൻ ശ്രമിച്ച യുവതിയും യുവാവും പിടിയിൽ. കൊല്ലം സ്വദേശികളായ ലക്ഷ്മി, സാലു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരും മദ്രസയിൽ പോയിട്ടില്ല. ഇവർ സംഘം ചേർന്ന് കണ്ണിൽ മുളക് പൊടി കിട്ടി മാല പൊട്ടിക്കലാണ് പരിപാടി. ഇവർ രണ്ടുപേരും മദ്രസയിൽ പോയിട്ടില്ല. അടുത്ത ശ്രദ്ധിക്കണേ, മൈസൂരിൽ വാഹനം ആക്രമിച്ച് കൊള്ള നടത്തിയ കേസിലെ മലയാളിയായ പ്രതിയെ പോലീസ് വെടിവെച്ചു. ആലപ്പുഴ സ്വദേശി
ആദർശിനെയാണ് മൈസൂർ പോലീസ് വെടിവെച്ചത്. ഇയാളും മദ്രസയുടെ പരിസരത്തു കൂടി പോലും പോയിട്ടില്ല. ലഹരി സംഘ തലവനെ ബാംഗ്ലൂരിൽ നിന്നും പോലീസ് പിടികൂടി. തിരുവനന്തപുരം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചിറയൻകീഴിൽ 127 ഗ്രാം MDMA പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും കേരള പോലീസ് പിടികൂടി. പത്തനംതിട്ട കരിമ്പാനക്കുഴിയിൽ പനച്ചക്കുഴി കുറന്തറ വീട്ടിൽ അലൻ ഫിലിപ്പാണ്, നമ്മുടെ പാലാപിതാവിന്റെ ആ കെയർ ഓഫിലുള്ളതാണ്. അലൻ ഫിലിപ്പ് 25-നെയാണ് പോലീസ് പിടിച്ചത്. ഇയാളും മദ്രസയുടെ 7 അയലത്ത് പോലും പോയിട്ടില്ല ശ്രീത്തെ. അടുത്തത് അങ്കമാലിയിൽ 20 ഗ്രാം MDMA പിടികൂടി, സ്ത്രീ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. എറണാകുളം അങ്കമാലിയിൽ 20 ഗ്രാം MDMA പിടികൂടി, വനിത ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. ഐശ്വര്യ, വിഷ്ണു, സ്വാതി എന്നിവരെയാണ് പോലീസ് പിടിച്ചത്. ഇവര് 3 പേർക്കും മദ്രസയുമായി കെട്ടുബന്ധമോ പാലുകുടി ബന്ധമോ കുടുംബ ബന്ധമോ ഒരു ബന്ധവുമില്ല. ഇവർക്ക് ആകപ്പാടെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കെന്നഡി കരിമ്പുംകാലയായിട്ടുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. അടുത്തൊരു വാർത്ത നമ്മുടെ സ്വന്തം ആളാണ്. ഉത്സവത്തിനിടെ നാട്ടിൽ വിദ്വേഷ പരാമർശം നടത്തി കലാപത്തിന് ശ്രമിച്ച ആളെ പോലീസ് പിടികൂടി. അന്ത്യമഹാകാളൻകാവ് വേലക്കെതിരെ വിദ്വേഷ പരാമർശം, BJP മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ. നമ്മുടെ സ്വന്തം ആളാണ്, നമ്മുടെ സ്വന്തം ആളെ പൊക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജലീലിക്കയാണെങ്കിലും ജലീലിക്കയുടെ വാക്കിനെ വേദവാക്യമായി എടുക്കുന്ന ശ്രീത്ത് മണിക്കരാണെങ്കിലൊക്കെ മനസ്സിലാക്കുക, ലഹരിക്കാണെങ്കിലും അക്രമത്തിനാണെങ്കിലും അരാജകത്വത്തിനാണെങ്കിലും ഒന്നും മതമില്ല. മതത്തിന്റെ പേര് ചുമന്നുകൊണ്ട് നടക്കുന്ന കാബാലികൾ ചെയ്യുന്ന, അവരവരുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മതത്തിന്റെ തലയിൽ വെച്ച് ഏകപക്ഷീയമായി ഒരു സമുദായത്തെ ആക്രമിക്കുക, അതിലുള്ള പ്രതികൾ മാത്രമാണ് ഈ ക്രൈം ലിസ്റ്റിൽ വരുന്നതെന്നൊക്കെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുന്നതിന്റെ 10 മടങ്ങ് ലിസ്റ്റ് അങ്ങോട്ടും വായിക്കും. അതുകൊണ്ട് ഇതിനെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് തുരത്താൻ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നതിന് പകരം ഇത് മതത്തെ അടിക്കാനുള്ള അല്ലെങ്കിൽ